ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിന്നൊന്ന് മണ്ടാട്ട് കാവിലൊക്കെ പോയി ജസ്റ്റ് ചുമ്മാ ഒരു ചിൽ ടൈം എന്ന് പറഞ്ഞ് കുറച്ച് സമയം ഞങ്ങൾ വെളിയിൽ ഞങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളെപ്പോഴും അങ്ങനെ ഒരു ടൈമൊന്നും നമുക്ക് കിട്ടാറില്ല, നമ്മളങ്ങനെ പോകാറുമില്ല. അപ്പോൾ ഇന്ന് പോയപ്പോൾ ആക്ച്വലി വീഡിയോ ഒന്നും എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പോയതല്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ പള്ളിയുടെ അവിടേക്ക് പോയി സ്റ്റാറൊക്കെ ഇട്ടത് കണ്ട്, ക്രിസ്മസ് ആണ് വരുന്നത്. അപ്പോൾ സ്റ്റാറൊക്കെ ഇട്ടതൊക്കെ അമ്മക്കുട്ടനെ ഒന്ന് കാണിച്ച് ഞങ്ങളും അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറച്ച് നല്ല നിമിഷങ്ങൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നൊരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ കൊടുക്കാൻ മറക്കല്ലേ. വീഡിയോയിലേക്ക് പോകാം. പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിയപ്പോൾ നമുക്കൊന്ന് സ്റ്റാറൊക്കെ പോയി കാണാം. അവിടെ ലൈറ്റും സെറ്റപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് പോയി കാണാമെന്ന് വിചാരിച്ച്. ഇത് മണ്ടാട്ട് പള്ളിയാണ്, അവിടെ വന്നതാണ് ഞങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാർ ഉള്ളായിരുന്നു, ഇപ്പോൾ 3-4 സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവിചാരിതമായിട്ട് വന്നു. അപ്പോൾ അമ്മുക്കുട്ടനില്ല കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കും. അതിനിടയ്ക്ക് ഞങ്ങൾ അച്ചാച്ചനിങ്ങനെ ക്യാമറയിൽ ഫേസ് ചെയ്യാനൊക്കെ കുറച്ചൊരു ഷൈ ഉണ്ട്, ഒന്ന് മാറി വരണം. അങ്ങനെ അമ്മുക്കുട്ടനില്ല കൂടെ ഓടി നടക്കും. അപ്പം നിറയെ ഫുൾ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം നല്ല തിരക്കായിരുന്നു, പതിവിൽ നല്ല തിരക്കായിരുന്നു ഇന്ന് പള്ളിയിൽ. എന്താ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ. അവിടെയും ക്രിസ്മസ് പാപ്പാനെ സ്റ്റാറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെയാണ് കൂടുതലും പള്ളിയിലേക്ക് വരുന്നവർ പാർക്ക് ചെയ്യുകയോ കാർ പാർക്കിങ്ങും ഒക്കെ അവിടെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കടല മേടിക്കുന്ന ഒരു സ്ഥലമാണിത്, കടലക്കട. അമ്മുക്കുട്ടനും അച്ചാച്ചനെ പോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടല. ആൾക്ക് അതിനോട് ഭയങ്കര ഒരു ക്രേസ് ഉള്ളതാണ്. അപ്പം ഞങ്ങളിത് കടലയൊക്കെ വാങ്ങി ഞങ്ങൾ ആ സൈഡിൽ ആ മൈതാനത്ത് പോയി കുറച്ച് നേരമൊക്കെ ഇരിക്കും കേട്ടോ. ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ മാത്രമായിട്ട് അവിടെ പോയിരുന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ്. ശരിക്കും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല, ജസ്റ്റ് അവിടെ പോയപ്പോൾ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ പള്ളിയുടെ ഹോസ്പിറ്റലിൻ്റെ മൈതാനത്തും വെച്ചിട്ടുണ്ട്, ഒരു വലിയ സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് കടലയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ സൈഡിൽ പുറകുവശത്തൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ, പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പം പോയി ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന്. അങ്ങനെ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. അമ്മുക്കുട്ടന് ഒരു ലോങ് ഗ്യാപ്പായി ഐസ്ക്രീം കൊടുത്തിട്ട്, കാരണം പനിയും വയ്യാഴികയും ഒക്കെ വന്നൊരു 2-3 ആഴ്ചയോളം ആൾ കൊണ്ട് ഡെയിലി ഹോസ്പിറ്റലിൽ പോക്കുക അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിരിക്കുകയായിരുന്നു തണുത്ത സാധനങ്ങളെല്ലാം. അപ്പോൾ ഇന്ന് പോയപ്പോൾ കടലക്കടയുടെ തൊട്ടപ്പുറം ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും കടലയൊക്കെ തിന്നെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഐസ്ക്രീം വാങ്ങി തരുമോ എന്നാളിങ്ങോട്ട് ചോദിച്ചപ്പം നമുക്ക് എന്തോ വാങ്ങി കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല, അവളങ്ങനെ ആശിച്ച് ചോദിച്ചല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. അച്ഛനും മോളും കൂടെ നടന്നു വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നമുക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞങ്ങൾ ക്യൂൻസ് ബേക്കറിയിലാണ് കേട്ടോ കയറുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ബേക്കറി. കൂടുതൽ ഇവിടെയല്ലേ ബെസ്റ്റ് അല്ലേ മഹിമ, ഈ 3 ബേക്കറിയിൽ നിന്ന് എവിടുന്നേലുമാണ് കൂടുതലും വാങ്ങുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. കറക്കെല്ലാം കഴിഞ്ഞ് വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു പരിപാടി. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ യു.